ഈശോമിശിഹായിൽ പ്രിയമുള്ളവരെ, ക്രിസ്മസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഉത്സാഹത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഒക്കെ സമയം അല്ലേ. നമ്മൾ വിചാരിക്കും എല്ലാവരും അടിപൊളിയായിട്ട് ക്രിസ്മസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. സമ്മാനം കിട്ടുന്നതിന്റെ എക്സൈറ്റ്മെന്റ്, അവധി കിട്ടുന്നതിന്റെ ഒരു ആഹ്ലാദം, പുൽക്കൂട് ഒരുക്കണം, കരോള് പാടണം, അങ്ങനെ ഒത്തിരി ഒരു ആഹ്ലാദത്തിന്റെയും ആനന്ദത്തിന്റെയും തിരകൾ ഇങ്ങനെ ഉയരുന്ന ഒരു സമയമായിട്ടാണ് ക്രിസ്മസ് നമ്മൾ എപ്പോഴും കാണുന്നത്. പക്ഷേ എല്ലാവർക്കും അങ്ങനെയാണോ? നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ഒത്തിരിയേറെ വേദനകളിലൂടെയും സങ്കടങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്നുണ്ട് അല്ലെ. നമുക്ക് നമ്മുടേതായ കഷ്ടപ്പാടുകളും വേദനകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട്. എനിക്ക് സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തിരിക്കുന്ന ഒരാൾക്ക് ആ സന്തോഷം ഉണ്ടാകണമെന്നില്ല. മറ്റൊരാൾ സന്തോഷിക്കുന്നതെന്ന് പറഞ്ഞ് എനിക്ക് സന്തോഷം ഉണ്ടാകണമെന്നില്ല. നമുക്ക് നമ്മുടേതായ ഒത്തിരി സങ്കടങ്ങളും ഭാരങ്ങളും അലച്ചിലുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ട്. അപ്പൊ പിന്നെ ഈ ക്രിസ്മസ് ഞാൻ എങ്ങനെ ആഘോഷിക്കും? അപ്പൊ പിന്നെ ഈ ക്രിസ്മസിന് ഞാൻ എന്തിനു സന്തോഷിക്കണം? ഒരുപക്ഷെ നമ്മൾ സ്നേഹിച്ച ആരെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടാവാം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുള്ള ഒരു സമയമായിരിക്കാം. അല്ലെ, ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിട്ട് ഞാൻ എന്നെ പരാജയപ്പെട്ട് നിൽക്കുന്ന സമയമായിരിക്കാം. വിലാപത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 17 മുതലുള്ള തിരുവചനം നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ആത്മാവിന് സ്വസ്ഥതയില്ല, സന്തോഷം എന്തെന്ന് ഞാൻ മറന്നുപോയി. കർത്താവിലുള്ള എല്ലാ ശക്തിയും പ്രത്യാശയും ഒക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് ഞാൻ കരുതി എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇങ്ങനെ പറയുവാണ്, കഷ്ടപ്പാടും അലച്ചിലും ഒക്കെ എനിക്ക് ഭയങ്കര ഒരു വിഷം പോലെയാണ്. പക്ഷെ ഒരു കാര്യം മാത്രം എനിക്ക് പ്രത്യാശ തരുന്നു പ്രിയമുള്ളവരെ, അതാണ് ഈ ക്രിസ്മസ് നമ്മൾ ചങ്കിലായിട്ടുള്ള ഒരു കാര്യം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാം തിരുവചനം, കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അതെ, കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, കർത്താവിന്റെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. ഈ ഒരു ക്രിസ്മസ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം പ്രിയമുള്ളവരെ, എല്ലാ തരത്തിലും അനുഗ്രഹിക്കപ്പെട്ട് സന്തോഷിച്ച് ഉല്ലസിച്ചിരിക്കുന്നവരുടെ ഇടയിലേക്കല്ല ഈശോ വന്ന് പിറക്കുന്നത്. വേദനിച്ചിരുന്ന, കഷ്ടപ്പെട്ടിരുന്ന, സങ്കടപ്പെട്ടിരുന്ന, എല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നിയ, അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന, ജീവിതത്തിൽ എല്ലാ തരത്തിലും ഇരുള് മൂടിയ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ ജീവിതങ്ങളിലേക്കാണ് ഈശോ വന്ന് പിറക്കുന്നത്. ഞാനിപ്പോ കഷ്ടപ്പാടിന്റെ നാളുകളിലൂടെ കടന്നു പോകുകയാണ്, പരാജയങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്, ഏകാന്തതയും ഒറ്റപ്പെടലും അനുഭവിച്ച് ഞാൻ സങ്കടപ്പെട്ടിരിക്കുക, ജീവിച്ചിരുന്നിട്ട് പോലും കാര്യമില്ല എന്ന് കരുതിയിരിക്കുന്ന ഒരു ജീവിത അവസ്ഥയാണ് നിങ്ങളുടേത്. പ്രിയപ്പെട്ടവർ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഇട്ടിട്ട് പോയി, അല്ലെങ്കിൽ അവര് വേർപെട്ടു പോയി എന്നുള്ളൊരു വേർപാടിന്റെ വേദനയിലിരിക്കുക. നിങ്ങളുടെ വേദനയിലാണ് ഈ ക്രിസ്മസിൽ ഈശോ വന്ന് പിറക്കുന്നത്. മറ്റാരേക്കാളും നിങ്ങൾക്ക് വേണ്ടിയാണ് ഈശോ ഈ ക്രിസ്മസിൽ വന്ന് പിറക്കുന്നത്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വേദനകളിലും നമ്മുടെ സങ്കടങ്ങളിലും എല്ലാം കണ്ടിട്ട് മുഖം തിരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ വേദനകളിലേക്കും സങ്കടങ്ങളിലേക്കും വന്ന് പിറന്നിട്ട് പറയാണ്, നിന്റെ വേദന ഏറ്റെടുക്കാനായിട്ട് ഞാൻ വന്നതാണ്. ജെറമ്യാ 31:3 നമ്മുടെ ചങ്കിൽ കുറിച്ചിടാം. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. യെശയ്യാ 49 നമുക്ക് മറക്കാതിരിക്കാം. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. ആ ഒരു ഉറപ്പോടുകൂടി എൻ്റെ ഇരുൾ മൂടിയ ജീവിതത്തിന്റെ ഓരോ ഇടങ്ങളിലേക്കും വന്നു പിറക്കാൻ കർത്താവായ ഈശോയെ കടന്നു വരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയ്ക്ക് ഞാൻ പുൽക്കൂട് ഒരുക്കേണ്ടത് സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയുമായ മേച്ചിൽപ്പുറങ്ങളിലല്ല, പിന്നെയോ ഈശോ വന്ന് പിറക്കാൻ ആഗ്രഹിക്കുന്നത് തകർന്നുപോയ, കൈവിട്ടുപോയി എന്ന് ഞാൻ കരുതുന്ന എൻ്റെ ചങ്കിലേക്കും എൻ്റെ ജീവിതത്തിന്റെ ഇടനാഴികളിലേക്കാണ്. അവിടെ ഈശോ വന്ന് പിറക്കുമ്പോൾ പുതിയൊരു പ്രഭാതം ഞാൻ കാണും, പുതിയൊരു വെളിച്ചം ഞാൻ കാണും. എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതി എൻ്റെ ജീവിതത്തെ അവിടുന്ന് പുനരുദ്ധരിക്കും. അതാണ് എൻ്റെ ക്രിസ്മസ്. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.